Good afternoon. Good afternoon. Good afternoon, ma'am. Okay, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ചാപ്റ്റർ കാണുന്നുണ്ട് എല്ലാവരും? ഓക്കെ, അപ്പൊ ഫ്രണ്ട് ഓഫീസിനെ കുറിച്ചിട്ടാണ്, ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് അത് കൂടുതലായിട്ട് ഉള്ളത് കേട്ടോ. അതിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ, അവരുടെ ക്വാളിറ്റീസ്, അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പരാമർശിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഇത് ആദ്യത്തെ ഇതിന്റെ 2 പേജ് എന്ന് പറയുന്ന ഒരു എസ്സേ ടൈപ്പ് പോലെയാണ്. ചിലപ്പോ എന്താ പറയാ, കുറച്ചങ്ങോട്ട് വായിച്ചു പറയുമ്പോൾ ചിലപ്പോ ഒരു എന്താ പറയാ ബോറടി തോന്നിയേക്കാം. ആദ്യത്തെ 2 പേജ് അങ്ങനെയാണ്. എന്നാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, കൂടുതലും ആദ്യത്തെ 2 പേജ് കൂടുതൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കാണ്. വായിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. വർക്ക് ഫ്ലോ. വർക്ക് ഫ്ലോയുടെ തൊട്ട് താഴെയായിട്ട് ഒരു കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമേഴ്സ് ആർ കിങ്സ് ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്. ഓക്കെ, അതായത് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്. ഓക്കെ, ഓരോ സ്ഥാപനത്തിനെ സംബന്ധിച്ചായാലും ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചായാലും കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്. പക്ഷെ ആ രാജാക്കന്മാരെ ആരും ശ്രദ്ധിക്കപ്പെടാറില്ല, അതായത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് അവരെന്നാണ് ആ ഒരു കോട്ടിങ്സ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കുക. എ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഈസ് ആൻ ഇൻവിറ്റബിൾ പാർട്ട് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. Doctors, nurses, and other medical and administrative staff members depend upon the medical receptionist to create a friendly, welcoming, and well-organized front office for patients and to facilitate the well-functioning of the hospital. Okay. ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഇൻവൈറ്റബിൾ പാർട്ടാണ്, അതായത് അവിഭാജ്യ ഘടകം. നമ്മൾ പറയില്ലേ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നെന്ന് പറയില്ലേ, അതാണ് ആര്, ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡോക്ടേഴ്സും നഴ്സുമാരും ഹോസ്പിറ്റലിലുള്ള മറ്റ് സ്റ്റാഫ്, അതായത് മറ്റ് ജീവനക്കാരൊക്കെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് ആരെയാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇപ്പൊ ഡോക്ടർ ആയാലും നഴ്സ് ആയാലും ഒക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കാരണം പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളത് എപ്പോഴും ആർക്കാണ്? റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫിനാണ് അല്ലെ. അവരുമായിട്ടാണ് പേഷ്യന്റ് കൂടുതലും ഇന്ററാക്ട് ചെയ്യുക. അപ്പോ പേഷ്യന്റ് ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യുവാണെങ്കിൽ അവര് വഴിയാണ് ഇത് ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ അറിയുന്നത്. അപ്പൊ പേഷ്യന്റിനെ സംബന്ധിച്ച് എന്തൊരു ഡീറ്റെയിൽസ് എടുക്കണമെങ്കിലും റിക്കോർഡ് ചെയ്യണമെങ്കിലും ആരുടെ സഹായം ആവശ്യമാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ഹെൽപ്പ് അവിടെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻവൈറ്റബിൾ പാർട്ട് എന്ന് പറയുന്നത്. അതുകൂടാതെ അവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമാണ് ഡോക്ടറിനായാലും നഴ്സിനായാലും മറ്റ് ജീവനക്കാർക്കായാലും പേഷ്യൻസിനെ നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് കൈകാര്യം ചെയ്യാനും അവരെ വെൽക്കം ചെയ്യാനും വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ 2 പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻവൈറ്റബിൾ പാർട്ടാണ്. 2, ഡോക്ടർ, നഴ്സ്, അതർ മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് അല്ലേ അത് തന്നെ റിസപ്ഷനിസ്റ്റ് കേട്ടോ. അപ്പൊ ഈ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത പോയിന്റ് കേട്ടാ. അടുത്ത ഒരു ഹെഡിങ് വരുന്നുണ്ട്, പ്രിൻസിപ്പൽ ഫങ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, അതായത് ഫങ്ഷൻസ് ആണ് അവിടെ പറയുന്നത്. ഇതിനകത്ത് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്
the need for professionally trained hospital front office executive. അതായത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ആവശ്യം എന്താണെന്നാണ് പറയുന്നത്. നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ വെറുതെ ഉറക്കം തൂങ്ങിയിരിക്കാനൊന്നും പാടില്ല അല്ലെ. എപ്പോഴും എനർജറ്റിക് ആയിട്ട് വേണം അവിടെ ജോലി ചെയ്യാനായിട്ട്. അതും എന്താണ്, അങ്ങനെയുള്ള ആളുകൾ എന്ന് പറയുന്നത് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, സ്കിൽഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ. ധാരാളം എന്താ പറയാ, ധാരാളം പഠിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും. അതിനെക്കുറിച്ച് നിരീക്ഷിച്ചിട്ട് എന്താ പറയാ, ഒബ്സർവ് ചെയ്തതിനു ശേഷം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളായിരിക്കും കൂടുതലായിട്ട് ഫ്രണ്ട് ഡെസ്കില് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണ് താഴെ അവരെ കുറിച്ച് പറയുന്നത് നോക്കാം. ഡിഫറെന്റ് ഫ്രം അതർ സർവീസ് ഇൻഡസ്ട്രി, ദ hospital is where people come to visit when either or their close ones are unwell. This makes the people come to the hospital impatient, anxious, and curious. Here comes the importance or necessity of handling such patients or their family members with a more professionalism, sympathy, empathy, and courtesy, following all hospital operational protocols. അതായത് മറ്റ് സർവീസ് ഇൻഡസ്ട്രികളിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ആളുകള് ധാരാളമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അല്ലെ. അവിടെ ഈ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ വിസിറ്റേഴ്സ് ഒക്കെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഒന്നില്ലെങ്കിൽ പേഷ്യന്റിന് സുഖമില്ലാതെ വന്നിട്ടോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് സുഖമില്ലാതെ ആകുമ്പോഴാണ് ആര് വരിക? ഈ ഒരു ആളുകള്, ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് വരുന്നത് അല്ലെ. ആരും ഇഷ്ടപ്പെട്ട് ഒരിക്കലും എവിടെ പോകില്ല, ഹോസ്പിറ്റലിൽ പോകില്ല. ഹോസ്പിറ്റലിൽ വരുത്തല്ലേ എന്നാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരം, അതായത് തീരെ സുഖമില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ എന്ത് വിസിറ്റ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിനെ വിസിറ്റ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്ക് പാടില്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന് എന്താണ്, സുഖമില്ലാതിരിക്കാം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് അവര് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോ വരിക. അവർക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടാവും അല്ലെ. ഇംപേഷ്യന്റ് ആയിരിക്കുള്ളൂ, അതായത് അക്ഷമരായിരിക്കുള്ളൂ, ഒട്ടും തന്നെ ക്ഷമ ഉണ്ടാവില്ല. ഭയങ്കരമായിട്ട് എന്താ പറയാ, ചൂടാകുന്ന പ്രകൃതക്കാരുണ്ടാകും, ഭയങ്കരമായിട്ട് നിലവിളിക്കുന്ന, അതായത് കരയുന്ന പേഷ്യൻസ് ഉണ്ടാകും. ഇനി ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരാറുണ്ട്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾ ആണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അവരുടെ മെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നതും ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഇംപേഷ്യന്റ്, ആൻസിയസ് ആൻഡ് ക്യൂരിയസ്. ഇങ്ങനെയാണ് ആര് വരുന്നത്? പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ അവരുടെ മെന്റൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സ്കില്ല് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ഉണ്ടായിരിക്കണം. ഇപ്പൊ കരഞ്ഞുകൊണ്ട് വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അത് പോട്ടെ, ഇപ്പൊ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഒരു പേഷ്യന്റ് വരികയാണെന്ന് വിചാരിക്കുക. ചിലപ്പോൾ അയാളുടെ റിലേറ്റീവിന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിലായിട്ടായിരിക്കും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുക. വേണ്ട രീതിയിൽ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് സമയം കൊടുത്തില്ല എന്നിരിക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു റിലേറ്റീവ് വരുന്നതെങ്കിൽ എന്താണ്, ഭയങ്കരമായിട്ട് അവര് ദേഷ്യപ്പെടും അല്ലെ. ആ ദേഷ്യം കാണിക്കുന്നത് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന വ്യക്തിയോടായിരിക്കും. ഒരിക്കലും ഡോക്ടറിനോടോ അല്ലെങ്കിൽ നഴ്സിനോടോ എന്ത് ചെയ്യില്ല, ആദ്യം തന്നെ ദേഷ്യം അവര് കാണിക്കില്ല. ഫ്രണ്ട് ഓഫീസിൽ ആരാണോ വർക്കിംഗ് ആയിട്ടുള്ളത് അവരോടായിരിക്കും എന്ത് ചെയ്യുക, ആ ദേഷ്യം അവര് കാണിക്കുക. അപ്പൊ ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന ആ ഒരു വ്യക്തി അതായത് ഈ ഒരു വിസിറ്റർ വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാണെങ്കിൽ, അതേ രീതിയിൽ തിരിച്ച് ദേഷ്യപ്പെടുവാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഒരാള് വന്ന് ദേഷ്യപ്പെടുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയ റിസപ്ഷനിലാണ് നിങ്ങളുടെ ചാർജെങ്കിൽ നിങ്ങളോട് വന്ന ഒരാൾ വ്യക്തി ദേഷ്യപ്പെടുകയാണ്. വെറുതെ വന്ന് അതും ഇതൊക്കെ പറയാം, വെറുതെ കിടന്ന് ചൂടാവുകയാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുക? അതേ രീതിയിൽ തിരിച്ചു പറയോ? എന്താ ചെയ്യുക അവിടെ? ഒന്ന് കമന്റ് ചെയ്തേ, എന്താണ് ചെയ്യുക? ഭയങ്കരമായിട്ട് വന്ന് ദേഷ്യപ്പെടുകയാണ്, ഭയങ്കരമായിട്ട് നിങ്ങളോട് വന്ന് ദേഷ്യപ്പെടുന്നു. തിരിച്ചു പറയില്ല. പലരും പല കമന്റുകളാണ് ഇടുന്നത്. നോ, കാമാക്കും. കാമാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ, കൂളാക്കവരെ. ഓക്കെ, അതെങ്ങനെയൊക്കെയാ കൂളാക്കുന്നേ? സിമ്പതിയോടും എംപതിയോടും അതുപോലെ കോട്ടസിയോടും കൂടിയാണ് എന്ത് ചെയ്യേണ്ടത്?
കൂളാക്കേണ്ടത്. അതായത് അവരോട് സഹതാപം കാണിക്കുക, മര്യാദ കാണിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് കാണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ആളുകളോട് നമ്മള് പെരുമാറുന്നത്. ഇപ്പൊ നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു ജോലി കിട്ടിയതെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ഞാനിപ്പോ പറഞ്ഞു ഇങ്ങനെ ഒരാള് വരുമ്പോൾ അയാൾക്ക് പല കാര്യങ്ങളും അയാൾക്ക് പറയാനുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ആദ്യം അയാൾ എന്ത് ചെയ്യുക, കേൾക്കുക. ഇതിപ്പോ അത് ഹോസ്പിറ്റലിൽ തന്നെയല്ല, ഇതിപ്പോ ഏതൊരു വ്യക്തിയാണെങ്കിലും, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണെങ്കിലോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം, അതൊന്ന് കേൾക്കുക, ലിസൺ ചെയ്യുക. അതാണ് എന്ത് ചെയ്യേണ്ടത്, ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതായത് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് തീരുന്നത് വരെ എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് മുഴുവൻ എന്ത് ചെയ്യുക, കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ലിസണിങ് ആണ് എന്ത് വേണ്ടത്, അല്ലെങ്കിൽ എന്താ പറയാ, കേൾക്കുക, ഹിയറിംഗ് ആണ് എന്ത് വേണ്ടത്, ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ. ഇനി രണ്ടാമതായിട്ട് വരുന്നതാണ് ഐ കോണ്ടാക്ട്. ഓക്കെ, അതായത് അവര് പല കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതായത് അവരുടെ കാര്യങ്ങൾ മുഴുവനും നമ്മളോട് പറയുന്നുണ്ടാവും, നമ്മളത് കേൾക്കുന്നുണ്ടാവും. പക്ഷെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടാവാറില്ല. അതായത് നമ്മൾ പല കാര്യങ്ങളും നമ്മളോട് ആൾക്കാർ പറയുമ്പോൾ നമ്മൾ വേറെ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുക. അവര് പറയുന്നതൊന്നും പാതിയായിരിക്കും നമ്മൾ കേൾക്കുന്നത്, പകുതി നമ്മൾ കേട്ടിട്ടേ ഉണ്ടാവില്ല. അത് ഉണ്ടാവരുത്. അപ്പൊ കൃത്യമായിട്ട് ഐ കോണ്ടാക്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഒരിക്കലും റിപ്ലൈ കൊടുക്കാതിരിക്കരുത് കേട്ടോ. രണ്ടുപേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നോ റിപ്ലൈ, പക്ഷെ റിപ്ലൈ കൊടുക്കണം. അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് കൃത്യമായിട്ട് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റിപ്ലൈ കൊടുക്കാം. ചിലപ്പോ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു റിപ്ലൈ നമുക്ക് ഉണ്ടാവില്ല, കറക്റ്റ് ആയിട്ട് ഒരു റിപ്ലൈ പറയാനായിട്ട് ഉണ്ടാവില്ല. പക്ഷെ അവരെന്ത് ചെയ്യുക, സമാധാനിപ്പിക്കുക. നിങ്ങൾക്ക് ഉള്ള പ്രോബ്ലംസിന്റെ ഒരു സൊല്യൂഷൻ ഉടനെ തന്നെ ഞങ്ങൾ തരുന്നതാണ്. അങ്ങനെയുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അദ്ദേഹത്തെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യരുത്, റിപ്ലൈ കൊടുക്കാതെ ഇരിക്കരുത് കേട്ടോ. റിപ്ലൈ നമ്മള് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 3 വഴികളിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സഞ്ചരിക്കേണ്ടത്. ഒരാൾ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഈ 3 മെത്തേഡാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്, ഒരു സ്റ്റാഫ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മള് അവര് പറയുന്നത് പോലെ തന്നെ തിരിച്ചു പറയാനായിട്ട് നോക്കരുത്. ഇപ്പൊ അവര് പറയുന്നത് നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്താ പറയാ, തെറ്റില്ലെങ്കിൽ കൂടി എന്താണ് നമ്മള് അവരോട് പറയാനായിട്ട്. ചിലപ്പോ ചില ആളുകൾക്ക് തോന്നാമോ, ഞാൻ ഇത് തെറ്റും ചെയ്തിട്ടില്ല, അയാള് വെറുതെ എന്നോട് വന്ന് ദേഷ്യപ്പെടുകയാണ്, അപ്പൊ എനിക്ക് അങ്ങോട്ട് തിരിച്ച് ദേഷ്യപ്പെടാമല്ലോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതേ രീതിയിൽ എന്ത് ചെയ്യരുത്, റിപ്ലൈ ഒരിക്കലും കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ആളെ എത്രയും പെട്ടെന്ന് നമ്മൾ കൂളാക്കാനാണ്. ചിലപ്പോ ആൾക്ക് ആ ഒരു പറഞ്ഞ് തീരുന്നത് വരെ എന്തുണ്ടാവുള്ളൂ, ദേഷ്യം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് എന്താവും, കൂളായിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് കാര്യങ്ങളാണ്, അതായത് എങ്ങനെയാണ് ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ആ ഒരു പാരാഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? അടുത്ത് നോക്കാം. The front office is a department of the hospital which directly makes contacts with the patients where they first arrive. The staffs of this department are directly family members. It functions as a central point of contact across the organization. The department maintains information and reports of all the patients of the hospital. It also plays an important role in forming overall impressions of the service provided by the organization. ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആളുകൾ നേരിട്ട് വരുന്ന ഒരു ഏരിയ. ഹോസ്പിറ്റലില് രോഗികൾ വരുമ്പോൾ ഒരു ഡയറക്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ചെല്ലുന്നത് ഏത് ഏരിയയിലേക്കാണ്, ഫ്രണ്ട് ഓഫീസ് ഏരിയയിലേക്കാണ് ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഓഫീസ് ഏരിയയിലുള്ള സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അവിടെയുള്ള പേഷ്യൻസിനോടും റിലേറ്റീവ്സിനോടും വിസിറ്റേഴ്സിനോടൊക്കെ പെരുമാറുന്നത് എങ്ങനെയാണ്, ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് അവര് ട്രീറ്റ് ചെയ്യുന്നത്. അവരെ വരുന്ന ഓരോരുത്തരെയും അവർ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആസ് എ ഫാമിലി മെമ്പറിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് നമുക്ക് ആരെ വിളിക്കാം, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ആ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫിനെ നമുക്ക് എന്ത് വിളിക്കാം, സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് അവരെ വിശേഷിപ്പിക്കും. ഒരു സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയാ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്നാണ് ആൻസർ ആയിട്ട് നമ്മൾ
പറയേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എല്ലാ ഇൻഫോർമേഷൻസും, പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസ്, പേഷ്യന്റിന്റെ റെക്കോർഡ് ഡീറ്റെയിൽസ് സഹിതം സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഫ്രണ്ട് ഓഫീസിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോഴാണ് നമ്മുടെ ഫയലുകളും കാര്യങ്ങളൊക്കെ എടുക്കുക അല്ലെ. ആവശ്യമെങ്കിൽ ആ ഫയൽ സൂക്ഷിച്ചു വെക്കുകയും അത് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആര് തന്നെയാണ്? ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ്. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഫയലുകളൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഇറ്റ്സ് ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോമിംഗ് ഓവറോൾ ഇംപ്രഷൻ ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മതിപ്പ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ഈ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് വഹിക്കുന്ന ഒരു പങ്കെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷനിങ്ങിന് ആര് പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ട്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകള് പേഷ്യൻസിനെ ആയാലും അവരുടെ റിലേറ്റീവ്സിനെ ആയാലും ഒക്കെ എന്താണ് ഫാമിലി മെമ്പറെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതൊരു സെൻട്രൽ പോയിന്റ് ആണ്. ഹോസ്പിറ്റലിൽ തന്നെ സെൻട്രൽ പോയിന്റ് നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ആണ് എന്ത്? ഈ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ പേഷ്യൻസിന്റെയും റെക്കോർഡ്സും ഡാറ്റാസ് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ശേഖരിച്ച് വെക്കുന്നത് ആരാണ്? അതും ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു റോള് അത് വഹിക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്? ഈ ഫ്രണ്ട് ഓഫീസ് ഏരിയ ചെയ്തു കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണോ? ആ പാരാഗ്രാഫ് ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ദെൻ അടുത്തൊരു പാരാഗ്രാഫിൽ എന്താണ് പറയുന്നത് നോക്കാം. The front desk position is often the first person that the patients or their well-wishers interact while contacting with the hospital. So they are essentially the face and the voice of the hospital, and for this reason they play an important role in the representing the organization. ഒരു ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു ഫ്രണ്ട് ഡെസ്ക് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ ഒരു ഫസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ധാരാളം എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസുമായിട്ടും പേഷ്യന്റ് റിലേറ്റീവ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റ് രോഗി വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ആരെയാ? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെയാണ് കാണുന്നത്. അവരുമായിട്ടാണ് ആദ്യം എന്ത് വെക്കുന്നത്? ഇന്ററാക്ഷൻ വെക്കുന്നത്. അത് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ഒരു ഹോസ്പിറ്റലിന്റെ ഫേസ് ആൻഡ് വോയിസ് എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ വരാം അല്ലെ. ഹു ഇസ് ദ ഫേസ് ആൻഡ് വോയിസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചാല് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഈ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, അതായത് ആശുപത്രിയുടെ മുഖവും ശബ്ദവും ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫേസ് ആൻഡ് വോയിസ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. അവരില്ലാതെ അവിടെ ഒരു കാര്യങ്ങളും നടക്കില്ല. ഇപ്പൊ ഡോക്ടറുണ്ട്, നഴ്സുണ്ട്, അങ്ങനെ പല ആളുകളും ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടികളുണ്ട് അല്ലെ. ഇപ്പൊ ഡോക്ടറിനാണെങ്കിലും ആളുകളെ ട്രീറ്റ് ചെയ്യണം, നഴ്സിനാണെങ്കിലും അതിനെ ഹെൽപ്പ് ചെയ്യണം, മറ്റ് സ്റ്റാഫുകൾക്കാണെങ്കിലും അവരുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. പക്ഷെ ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നതാണ്. ആശുപത്രിയിലെ ഓവറോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആരാണ്? അത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ദെൻ ഇതൊന്ന് വായിക്കാം കേട്ടോ. ഇപ്പൊ എടുത്ത കാര്യങ്ങള് ജസ്റ്റ് ഒരു 2 മിനിറ്റ് എടുത്തൊന്ന് വായിക്കാം കേട്ടോ. ഒരു പോയിന്റ് കൂടി ഉണ്ടായിരുന്നു അതിനകത്ത്. ദേ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ റെപ്രസെന്റിംഗ് ഓർഗനൈസേഷൻ. അതായത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള, അതായത് ആ ഹോസ്പിറ്റലിലെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, പ്രതിനിധിയായിട്ട് ആരാണുള്ളത്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണുള്ളത്. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റൽ അന്തരീക്ഷം കണ്ടു കഴിഞ്ഞാൽ അറിയാം അല്ലെ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് അല്ലെ.
അപ്പൊ നമ്മളിപ്പോ ചെന്നെന്ന് വിചാരിക്കും, അതായത് ചിലപ്പോ നല്ല രീതിയിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും, മിഷണറീസ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ചിലപ്പോ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിരിക്കുള്ളൂ. പക്ഷേ ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ആളുകളുടെ പെരുമാറ്റം മോശമാണെങ്കിൽ നമ്മൾ പിന്നെ ആ ഹോസ്പിറ്റലിലോട്ട് ചെല്ലോ? ഒന്ന് കമന്റ് ചെയ്തേ. നമ്മൾ ഇന്ന് ആ ഹോസ്പിറ്റലിലോട്ട് ചെല്ലോ? പിന്നെ നോ, ചെല്ലില്ല അല്ലെ? അത് എത്ര വലിയ ഇതാണെന്ന് പറഞ്ഞാലും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകളുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആ ഒരു ഹോസ്പിറ്റലിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഓക്കെ, ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇവരിലൂടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇവര് നന്നായിട്ട് പെരുമാറിയാൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുക, അതിന് എന്താ പറയാ നല്ല രീതിയിലുള്ള ക്രെഡിറ്റ് ഉണ്ടാവുക, ആളുകൾ കൂടുതലായിട്ട് ട്രീറ്റ്മെന്റിന് വരിക, അങ്ങനെയാണ് അത് ഡെവലപ്ഡ് ആകുന്നത് കൂടുതലായിട്ട് കേട്ടോ. അതില്ലെങ്കിൽ ആശുപത്രിയിൽ ആരും വന്ന് നോക്കില്ല. അങ്ങനെയാണ്. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് കമന്റ് ചെയ്യാം, അതിൽ തമ്പ് ചെയ്യാലേക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരുടെയും കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്തൊന്ന് ശ്രദ്ധിച്ചേ നിങ്ങള്. ഇത് താഴെയായിട്ട് വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? എന്താണ് കസ്റ്റമർ എന്ന ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, എല്ലാത്തിലും നമ്മൾ കസ്റ്റമർ കേട്ടിട്ടുണ്ട് അല്ലെ? ഇപ്പൊ എന്താണ് കസ്റ്റമർ നമുക്കൊന്ന് നോക്കാം. A customer is referred to as individuals or households that purchase goods and services generated within the economy. ഒരു എക്കോണമിയിൽ നിന്ന്, അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്ന, വാങ്ങുന്ന ആളെയാണ്. അതിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ആ വാങ്ങുന്ന ആളെന്ന് പറയുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഫാമിലീസ് ആവാം, ഹൗസ് ഹോൾഡ്സ് ആവാം. ഇവരെയാണ് എന്ത് പറയുന്നത്? കസ്റ്റമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു എക്കോണമിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളും സേവനങ്ങളും ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ ആണ് എന്ത് പറയുന്നത്? കസ്റ്റമർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഒരു വ്യക്തി, ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ എന്റെ കുടുംബം ഒരു എക്കോണമി, അതായത് ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന സമ്പദ് വ്യവസ്ഥയിലാണല്ലേ നമ്മളുള്ളത് അല്ലെ? ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ സാധനങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അല്ലെങ്കിൽ എന്റെ കുടുംബം സാധനങ്ങളും സേവനങ്ങളും ഒക്കെ
വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുകളെയാണ് എന്ത് പറയുന്നത്, അങ്ങനെ ഉപയോഗിക്കുന്ന ഇൻഡിവിജ്വൽസിനെയോ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിനെയോ ആണ് എന്ത് പറയാ, കസ്റ്റമേഴ്സ് എന്ന് പറയാ കേട്ടോ. ഏതൊരു വ്യക്തി ഒരു സാധനങ്ങള് എന്തെങ്കിലും ഒരു സാധനം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സേവനങ്ങളായിക്കോട്ടെ അത് കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അയാളെന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ആണ്. ഒരു ഷോപ്പിൽ നിന്ന് ഒരു സാധനം നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമർ ആണ്. ഓക്കെ. ഇനി ഹോസ്പിറ്റലിന്റെ കേസ് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് സർവീസുകളാണ് അല്ലെ, ട്രീറ്റ്മെന്റുകളാണ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്. അത് വാങ്ങിക്കുന്ന ആളെന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അപ്പൊ ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? അവിടെയുള്ള പേഷ്യൻസിനെയാണ് എന്ത് പറയുന്നത്, ഹോസ്പിറ്റലിന്റെ കസ്റ്റമർ എന്ന് പറയുന്നത് കേട്ടോ. അവിടെയുള്ള സർവീസുകൾ കൈപ്പറ്റുന്ന ആള് അത് പേഷ്യൻസ് ആണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യൻസിനെ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ വാട്ട് ഈസ് കസ്റ്റമർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. The customer is referred to as individuals or households that purchase goods and services generated within the economy. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. അടുത്ത പറഞ്ഞോട്ടെ, ഇനി പറയണോ കസ്റ്റമർ? The word is historically derived from custom, meaning habit. A customer is someone who frequently visits a particular shop and makes it a habit to purchase goods from there, and with whom the shopkeeper had to maintain a relationship to keep his or her custom, which means expected purchase in the future. അതായത് ഈ കസ്റ്റം എന്ന് പറയുന്നത്, അതായത് ഈ കസ്റ്റമർ എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു വേർഡ് അത് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് കസ്റ്റം എന്ന വേർഡിൽ നിന്നാണ്. കസ്റ്റമർ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്? കസ്റ്റം എന്ന വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാബിറ്റ് എന്നാണ്. ഓക്കെ, ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശീലം അല്ലെ. നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ശീലങ്ങളിൽ പെടുന്നതാണ് അല്ലെ. അത് ഹാബിറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോ കസ്റ്റം എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഹാബിറ്റ് എന്നാണ്. അതിനകത്ത് ഇവിടെ ഒരു പ്രത്യേകം ഒരു കാര്യം അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് ഡെയിലി ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ അയാള് ആ ഒരു എന്താ പറയാ ഷോപ്പിന്റെ ഫാൻ ആയിട്ട് മാറും. അതായത് ഡെയിലി എന്ത് ചെയ്യാണ്, അയാൾ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങള് എല്ലാ ദിവസവും ഒരേ സമയം മേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ഹാബിറ്റ് ആണ്. അതില്ലാതെ അയാൾക്ക് എന്ത് ചെയ്യില്ല, പറ്റില്ല. അതായത് ഒരു ദിവസം പോലും മുടങ്ങാതെ എന്ത് ചെയ്യും, അയാൾ ആ ഷോപ്പിലോട്ട് പോകും അല്ലെ. ഷോപ്പിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്, അയാൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ അവിടെയുള്ള ഷോപ്പ് കീപ്പറുമായിട്ട് ആര് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യും? അതായത് അവിടെയുള്ള ഷോപ്പ് കീപ്പർ ഈ ഒരു കസ്റ്റമർ, അതായത് കസ്റ്റമറുമായിട്ട് എന്ത് കീപ്പ് ചെയ്യും? റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതായത് ഫ്യൂച്ചറില് അയാൾക്ക് എന്ത് ചെയ്യണം, അതായത് ഈ ഒരു പർച്ചേസസ് അയാള്, അതായത് ഈ കസ്റ്റമർ എന്ത് ചെയ്യണം, ഭാവിയിലെ ഫ്യൂച്ചറില് പർച്ചേസസ് നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലോസ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കസ്റ്റമറുമായിട്ട്. ഓക്കെ, അതായത് ചുരുക്കി പറയാം, ഞാനിപ്പോ എന്റെ തൊട്ടടുത്തൊരു കടയില് ഡെയിലി പോകാറുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, എന്തെങ്കിലും ഒക്കെ ഒരു ആവശ്യത്തിനായിട്ട് എന്ത് ചെയ്യും, ഞാൻ ഡെയിലി കടയിൽ പോകും. ഓക്കെ, ഇതിങ്ങനെ പതിവാവുകയാണ്. പതിവാകുമ്പോൾ നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ മൊബൈലില് ഇപ്പൊ എന്താ പറയാ, നമ്മൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, അതുപോലെ യൂട്യൂബ് ഒക്കെ കാണുന്നില്ലേ? അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി അല്ലേ. അതൊരു ദിവസം പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. ഭയങ്കരമായിട്ട് ശ്വാസം കൊണ്ട് അനുഭവപ്പെടും അല്ലെ. എന്തോ അതിന്റെ അപാകത ഉണ്ടാവും ഒരു ദിവസം പോലും നമ്മൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ. അതുപോലെ തന്നെയാണ് ഡെയിലി സ്ഥിരമായിട്ട് ഒരു കടയിൽ പോകുന്ന ആള്, എന്തെങ്കിലും വാങ്ങിക്കാനോ മറ്റോ പോകുന്ന ആള്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കുന്ന ഒരു വ്യക്തി, ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അത് അവരുടെ ഹാബിറ്റ് ആയിട്ട് മാറുകയും അത് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാതായിട്ട് മാറുകയും ചെയ്യും. ഇങ്ങനെ പോകുന്ന വ്യക്തിയോട് അവിടുത്തെ ഷോപ്പ് കീപ്പർ എന്താണ് പറയാ, അതായത് അവരുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അവരുടെ കൂടുതൽ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കും, ഫാമിലിയെ പറ്റി ചോദിക്കും, അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യും, ചോദിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ അതനുസരിച്ച് മറുപടിയും പറയും അല്ലെ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോസ് റിലേഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതായത് അവർക്ക് ഭാവിയിൽ എന്ത് ചെയ്യണം, ഫ്യൂച്ചറിൽ നമ്മൾ തന്നെ അവിടെ ചെന്ന് എന്ത് ചെയ്യണം, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ക്ലോസ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതൊരു
ട്രേഡിംഗ് ട്രിക്കാണ് കേട്ടോ. അതായത് ഒരു മാർക്കറ്റിംഗ് ട്രിക്കാണ്. അതായത് ഇങ്ങനെ നമ്മളായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആ ചേട്ടൻ അല്ലെങ്കിൽ ആ ചേച്ചിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവർ എന്നോട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുന്നത്, എന്നോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ. അവരുടെ കച്ചവടം കൂടുതലായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ബിസിനസ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളുമായിട്ടൊരു ഫ്യൂച്ചറിൽ നല്ലൊരു പർച്ചേസിങ് സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഇന്ററാക്ഷൻസ് നടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് എന്ത് ഹോസ്പിറ്റലിൽ നടക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലില് മെഡിക്കൽ അതായത് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന വ്യക്തി ആരാണോ അവര് പേഷ്യൻസിനോട് നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രമാണ് അവിടെ പേഷ്യൻസ് കൂടുതലായിട്ട് വരിക. ഓക്കെ, എന്നാൽ മാത്രമേ ആശുപത്രി എന്താവുള്ളൂ, ഡെവലപ്പിംഗ് ആയിട്ട് മാറുകയുള്ളൂ കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. Then അതിന്റെ താഴെ തന്നെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. Customer needs may be defined as the goods or services a customer needs to achieve specific goals. Different needs are of varying importance to the customer. അതായത് ഇവിടെ കസ്റ്റമർ നീഡ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അതായത് കസ്റ്റമറിന് ഒരു നിർദ്ദിഷ്ട ലക്ഷ്യം നേടാനായിട്ട്, അതായത് കസ്റ്റമറിന് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളോ സേവനങ്ങളോ പർച്ചേസ് ചെയ്യുന്നതാണ് എന്ത് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു കസ്റ്റമർ, അതായത് ഇപ്പൊ ഞാൻ എന്റെ തന്നെ എക്സാമ്പിൾ പറയാം, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, എനിക്കിപ്പോ ഒരു ചിക്കൻ ബിരിയാണി തിന്നണം എന്ന് ആഗ്രഹം വരികയാണ്. ഓക്കെ, അപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോ ആ ഒരു ലക്ഷ്യം ചിക്കൻ ബിരിയാണി തിന്നണം എന്നാണ് എന്റെ എയിം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഫുൾ എന്തായാലും ഇത് തിന്നണം എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. പക്ഷെ അതുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യണം, ഞാൻ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യണം അല്ലെ. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് ചിക്കൻ വേണം, രണ്ടാമത് റൈസും വേണം. ഇത് രണ്ടുമാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോ അതെന്തായി, അത് കസ്റ്റമർ നീഡ്സ് ആണ്. എന്ത്, അതായത് ചിക്കൻ ബിരിയാണി തിന്നാനുള്ള എന്റെ ലക്ഷ്യത്തിന് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ്, കസ്റ്റമർ നീഡ്സ് ആണ്. ഓക്കെ, അതായത് ഒരു നിർദ്ദിഷ്ട ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങളോ സേവനങ്ങളോ പർച്ചേസ് ചെയ്യുന്നതാണ് എന്ത്, കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ഓരോരുത്തരുടെയും കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. പല ആളുകൾക്കും പല ഡിഫറെന്റ് ആയിട്ടുള്ള നീഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ഓരോന്നും എന്താണ്, പ്രധാനപ്പെട്ടതാണ്. അത് ഓരോ കസ്റ്റമറിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോരോ നീഡ്സ് അവർക്ക് ഉണ്ടാകും കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിംഗ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ കമ്മ്യൂണിക്കേഷൻസ് ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് അതർ റിസോഴ്സസ്. അതായത് കസ്റ്റമർ എക്സ്പെക്ടേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്തൊന്നാണ് കൾച്ചറൽ വാല്യൂസ്, രണ്ട് അഡ്വർടൈസിങ്, മൂന്ന് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ അതർ കമ്മ്യൂണിക്കേഷൻ ബോത്ത് വിത്ത് ദ സപ്ലയർ ആൻഡ് വിത്ത് അതർ റിസോഴ്സസ്. അതായത് ഒരു സാധനം നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പല എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ പുതുതായിട്ടൊരു എന്താ പറയാ, ഒരു സാരി മേടിക്കാനായിട്ട് തീരുമാനിക്കുക എന്ന് വിചാരിക്കാം. ആ സാരി മേടിക്കാനായിട്ട് നമ്മൾ മനസ്സിൽ കരുതുമ്പോൾ അത് ആ ഒരു തിങ്കിനെയാണ് ഇത് പറയുന്നത് കസ്റ്റമർ എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇന്ന കളറുള്ള സാരി വേണം, അത് ഇന്ന ഇത്ര എന്താ പറയാ ഇത്ര വർക്കുകളുള്ള സാരി ആയിരിക്കണം, അങ്ങനെയൊക്കെ തന്നെ പല എക്സ്പെക്ടേഷൻസും നമുക്ക് ഉണ്ടാവും അല്ലെ. അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളുണ്ട്, സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതായത് അതിലൊന്നാണ് കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുന്നത്. കൾച്ചറൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാംസ്കാരികപരമായിട്ടുള്ള മൂല്യം. അതായത് നമ്മൾ ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടിൽ നിന്ന് വളർന്നു വന്നവരാണ് അല്ലെ. നമ്മുടെയൊക്കെ സ്റ്റൈല് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അവർ തിങ്കിങ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കുള്ളൂ. അത് നമ്മൾക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ കൾച്ചറൽ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സ്പെക്ടേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വർടൈസിങ് എന്താണ്, അതായത് പരസ്യങ്ങളും മറ്റും.
ഓക്കെ, അതായത് ടി വിയിലൂടെയാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ടി വി അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ധാരാളം അഡ്വർടൈസിങ് കാണുന്നത്, പരസ്യങ്ങൾ കാണുന്നത്. ഈ പരസ്യങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് കൂടുതൽ എന്ത് ചെയ്യുക, നമ്മൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുക. ഇപ്പൊ ഓണമൊക്കെ ആകുമ്പോൾ എന്താണ്, കൂടുതലായിട്ട് ടി വിയിലും മറ്റൊക്കെ പരസ്യങ്ങൾ വരും അല്ലെ, ഫോണിന്റെ പരസ്യം വരും, സാരിയുടെ പരസ്യം വരും, അതുപോലെ മറ്റു സാധനങ്ങളുടെയൊക്കെ പരസ്യം വരും. ഈ പരസ്യം എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസിങ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് കാണുമ്പോൾ നമുക്ക് ആ ഒരു സാധനം പർച്ചേസ് ചെയ്യാനുള്ള ആഗ്രഹം കൂടുതൽ വർദ്ധിക്കും. ഓക്കെ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, അതായത് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട്, അതായത് ധാരാളം ആളുകൾ വീട്ടിലേക്ക് വരികയും ഇന്ന സാധനങ്ങള് മേടിക്കാനായിട്ട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അത് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരും ഫോണിലൂടെ വിളിച്ചിട്ട് ഓരോ സാധനങ്ങൾ മേടിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഓഫറുകളൊക്കെ തന്നിട്ട് നമ്മളോട് മേടിക്കാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു മാർഗങ്ങളിലൂടെ, മറ്റു ആശയവിനിമയ മാർഗങ്ങളിലൂടെയും, അതുപോലെ തന്നെ ഈ നേരിട്ട്, അതായത് സാധനങ്ങളൊക്കെ നേരിട്ട് വിൽക്കുന്ന സപ്ലയർ, അവരുമായിട്ടുള്ള ബന്ധത്തിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കസ്റ്റമർ എക്സ്പെക്ടേഷനെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ കസ്റ്റമർ എക്സ്പെക്ടേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ് കൾച്ചറൽ വാല്യൂസ്, അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ്, other communication, both with the supplier and with the resources. Okay, clear ആണോ? ഒന്നാമത് ഉച്ച സമയമാണ്. എസ് ഐ ടൈപ്പ് പോലുള്ള എന്താ പറയുക ഒരു ചാപ്റ്റർ ആണ്. ആദ്യത്തെ 2 പേജ് മാത്രം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ആ ഒരു എസ് ഐ പറയുന്നത് കേട്ടോ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പോയിന്റ് ആയിരിക്കും കൂടുതൽ വരിക കേട്ടോ. ഓക്കെ, ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, ഒന്ന് സഹിച്ചിരിക്കുക, ഒന്ന് തീരുന്ന വരെ കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ എല്ലാവരും? കുറച്ച് ബോറടി തോന്നും, കാര്യമൊക്കെ ഉണ്ടാ കേട്ടോ. കുറച്ചും കൂടി നേരമല്ലേ ഉള്ളൂ. ഓക്കെ, ഉച്ചനേരം ആയതുകൊണ്ടാണ്, ഉച്ചയ്ക്ക് നമുക്ക് ഉറക്കം വരുന്ന ടൈമാണല്ലോ കൂടുതൽ. ആരും അങ്ങനെ പഠിക്കാനൊക്കെ ഉറക്കം തിരിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഒട്ടും എന്താ പറയാ, കൂടുതൽ നമ്മളെ എന്താ പറയാ തലച്ചോറ് വർക്ക് ചെയ്യാത്തൊരു സമയമാണ് ഉച്ച സമയം. അതായത് ഈ 2:30, 3 മണി, 3:30 സമയം എന്നൊക്കെ പറയുന്നത്. ഉഷാറുണ്ടാവില്ല നമുക്ക്. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് വരുന്നത്. അപ്പൊ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കാട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് പഠിച്ചേ മതിയാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് ഓൾസോ നോൺ ആസ് ക്ലൈന്റ് സർവീസ്. കസ്റ്റമർ സർവീസിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്, ക്ലൈന്റ് സർവീസ് എന്നാണ് വിളിക്കുന്നത്. ഇസ് ദ പ്രൊവിഷൻ ഓഫ് സർവീസ് ടു കസ്റ്റമർ ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ എ പർച്ചേസ്. കസ്റ്റമർ സർവീസ് നമുക്ക് കിട്ടുന്നത് ഒരു പർച്ചേസിന് മുമ്പും ശേഷവുമാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എനിക്കിപ്പോ ഒരു ഫോൺ മേടിക്കണം എന്നൊരു ആഗ്രഹം വരികയാണ്. ഓക്കെ, അതായത് ഓണമൊക്കെ അല്ലേ, ഒരു ഫോൺ മേടിച്ച് കളയാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ എന്ത് ചെയ്യാണ്, എന്റെ തൊട്ടടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ വിളിക്കുകയാണ്. ഇന്ന ഫോൺ അവൈലബിൾ ആണോ, എത്രയാണ് റേറ്റ്, അതിപ്പോ എപ്പോ ചെന്നാലാണ് വരേണ്ടത്, അതായത് എപ്പോഴാണ് അതിനു വേണ്ടി വരേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആ ഫോണിന് വേണ്ടി ഹാജരാക്കേണ്ടതൊക്കെ ഞാൻ അവരോട് ചോദിക്കുകയാണ്. ഇതെന്ന് പറയുന്നത്, അതായത് നമ്മൾ സാധനം വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കുന്നതിന് മുമ്പേ തന്നെ എന്താണ്, എനിക്ക് എവിടെ കസ്റ്റമർ സർവീസ് കിട്ടിക്കഴിഞ്ഞു. അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ അവരെന്ത് ചെയ്തു, മറുപടി നൽകി. അതൊരു കസ്റ്റമർ സർവീസ് ആണ്. ഇനി ഞാൻ ഫോൺ വാങ്ങാനായിട്ട് ചെല്ലും, അപ്പോഴും എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് അവിടെ തരുന്നുണ്ട്. കാരണം എന്നെ വെൽക്കം ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ പക്കയായിട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ ആ ഒരു വാങ്ങിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, കസ്റ്റമർ സർവീസ് അവിടെ നടത്താണ് ചെയ്യുന്നത്. ഇനി പർച്ചേസിന് ശേഷം, അതായത് ഞാൻ ഫോൺ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി, വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരാഴ്ചക്കുള്ളിൽ അതിനെന്തോ ഒരു കംപ്ലൈന്റ് വന്നു. ഓക്കെ, അപ്പൊ നേരിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ വീണ്ടും ഈ ഒരു ഫോൺ കമ്പനിയുമായിട്ട് ബന്ധപ്പെടുകയാണ്. അപ്പൊ അവര് പറയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറയാണ്. അപ്പൊ പർച്ചേസിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ എനിക്ക് അവർ പറഞ്ഞു തരുന്നത്. ഓക്കെ, അതും എന്ത് തന്നെയാണ്, കസ്റ്റമർ സർവീസ് ആണ്. ഓക്കെ, ഒരു സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഷോപ്പിന്റെ ഉടമ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഉടമ ചെയ്യുന്ന കാര്യം മാത്രമല്ല കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. ഒരു സാധനം നമ്മൾ വാങ്ങുന്നതിന് മുമ്പും ശേഷവും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെ എന്ത് പറയാം, കസ്റ്റമർ സർവീസ് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ,
Then അടുത്തത് according to Turbonatal 2002, customer service is a series of activities designed to improve the level of customer satisfaction. That is the feeling that a product or service has met the customer expectations. Customer service can be given by salesman or hospital executive. Also through automated internet services. The medical receptionist is often the first person with whom patient has with the medical facility. Giving patients individual attention can go a long way in establishing their positive experience with the facility. Okay. അതായത് ടർബനേറ്റൽ ലോ എന്ന് പറഞ്ഞാല് കസ്റ്റമറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. ടർബനേറ്റൽ എന്ന് പറയുന്നത് 2002 അത് എഴുതപ്പെട്ടത്. ഇത് വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് കസ്റ്റമറിന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതിനകത്ത് ആ ഒരു ലോയിൽ പറയുന്നത് മാത്രം. അപ്പോ ഈ ഒരു ടർബനേറ്റൽ ലോ പറയുന്നതിനനുസരിച്ച് അത് ഏത് വർഷത്തിലാണ് ചിലപ്പോ ആ ഒരു ലോ വന്നെന്ന് ചോദിക്കാം. 2002 ടർബനേറ്റൽ ലോ ആവിഷ്കരിച്ചത്. അതിന് പ്രകാരം കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആക്ടിവിറ്റീസുകളുടെ ഒരു ശൃംഖലയാണ്. അതായത് ഒന്നിലധികം കാര്യങ്ങള് സർവീസുകൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ലഭിക്കുന്നത്? അതായത് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടുള്ള ഒരു കൂട്ടം കാര്യങ്ങള് നമുക്കൊരു പരമ്പരയായിട്ട് തന്നെ ലഭിക്കുകയാണെങ്കിൽ അതെന്താണ്? അത് കസ്റ്റമർ സർവീസ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫോണിന്റെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഫോണിനൊരു കംപ്ലൈന്റ് ആയിട്ട് അടുത്തുള്ള ഷോപ്പിൽ, അതായത് അത് വാങ്ങിച്ച ഷോപ്പിലാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അതായത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അവര് പറയാണ് ഉടനെ തന്നെ അവരുടെ ഹെഡ് ഓഫീസിലേക്ക് എന്ത് ചെയ്യാണ്, ഇത് പാസ് ഔട്ട് ചെയ്യാണ്. അതായത് ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഫോൺ കംപ്ലൈന്റ് ആയി ഇന്ന് പാസ് ഔട്ട് ചെയ്യാണ്. ഇനി അതിനുശേഷം അവിടെയും ഈ കേസ് നിൽക്കുന്നില്ല. അവര് ഈ ഫോണിന്റെ കമ്പനിയുടെ ഇന്ത്യയിലെ ഹെഡ് ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അവിടെയും ചെന്ന് പറയണെങ്കിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ അവരാണ് എന്ത് ചെയ്യുന്നത്, എന്റെ ഫോണിന്റെ കംപ്ലൈന്റ് ലാസ്റ്റ് പരിഹരിച്ചു തരുന്നത്. അപ്പൊ ഈ ഒരു അതായത് അതായത് ആ ഒരു ഷോപ്പിൽ നിന്ന് തുടങ്ങി എന്താണ് നാഷണൽ ലെവലിൽ വരെ എത്തിയത് ആ ഒരു ഫോണിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത്. അതെന്താണ്? ഒരു ശൃംഖലയാണ് അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാണ്, പാസ് ചെയ്യാണ്. അതായത് അത്രയും ആളുകളുടെ സേവനം എനിക്ക് വേണ്ടി വന്നു. പക്ഷെ ആ സേവനം കിട്ടിയത് കൊണ്ട് എന്താണ്, ഞാൻ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയി. കാരണം അതിന്റെ ഫോൺ ശരിയായി, അത്രയും ആളുകളുടെ സേവനം ഉണ്ടായി, കുറെ ടൈം എനിക്ക് പോയി. പക്ഷെ എന്നിരുന്നാലും ലാസ്റ്റ് എനിക്ക് ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് എനിക്ക് നല്ലൊരു സർവീസ് ആണ് അവരെനിക്ക് തന്നത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. ഓക്കെ, അതായത് കസ്റ്റമർ സർവീസ് ഒരു അതായത് നിശ്ചിത ആക്ടിവിറ്റീസിലൂടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് ഇടവരുത്തും. ഇനി ഒരു ഷോപ്പിലാണ്, അതായത് ഒരു കസ്റ്റമർ സർവീസ് ഒരു ഷോപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെയുള്ള ഒരു സെയിൽസ്മാൻ ആയിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണ്. അപ്പോ അവിടെയുള്ള സെയിൽസ്മാൻ ആണ് അല്ലെങ്കിൽ സെയിൽസ് ഗേൾ ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡ്രസ്സുകൾ എന്ത് ചെയ്യുന്നത് കാണിച്ചു തരുന്നത് അല്ലെ. അപ്പൊ എത്ര ഡ്രസ്സ് എടുത്തിട്ടാലും നമുക്ക് എന്താണ് ഒന്നും സെലക്ട് ചെയ്യാനായിട്ട് സാധിച്ചു വരില്ല. പക്ഷെ അവരോട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും എടുത്തിടാനായിട്ട് ആവശ്യപ്പെടും അല്ലെ. ഒരു വേണ്ടെന്ന് പറയോ, അവരെടുത്ത് തരില്ല എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ ചെയ്യാ അവര്? നിങ്ങളൊരു ഷോപ്പിലാണ് പോകുന്നതെങ്കിൽ ഡ്രസ് എടുക്കാൻ പോവാണെന്ന് കമന്റ് ചെയ്തേ ഒന്ന്. ഷോപ്പില് ഡ്രസ് എടുക്കാനായിട്ട് ചെന്നു, അവരോട് നിങ്ങൾ പറയാണ് വീണ്ടും വീണ്ടും എടുത്തിടാനായിട്ട് പറയണം. അപ്പൊ ഇനി ഇത്രയും ഉള്ളൂ മാഡം എന്നവര് പറയാറുണ്ടോ? കമന്റ് ചെയ്തൊന്ന്. പറയാറില്ല അല്ലെ. ഇവര് നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നത് വരെ എന്ത് ചെയ്യും, അവർ ആ പ്രോസസ് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതുവഴി കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടും. അതായത് ഇങ്ങനെ കുറെ ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്തിടുകയാണ്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുകയാണ്. ഓരോന്ന് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് മാറ്റി വെച്ചു. വീണ്ടും എടുത്തിട്ടു, അതും ഇഷ്ടപ്പെട്ടില്ല, മാറ്റി വെച്ചു. ലാസ്റ്റ് ഫൈനൽ വൺ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവർ ഇത്രയും നമുക്ക് വേണ്ടി ചെയ്തല്ലോ, അതിൽ നിന്ന് പറയണം ഇഷ്ടപ്പെട്ടത് എനിക്ക് സെലക്ട് ചെയ്യാനും പറ്റി. അപ്പോ എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇപ്പൊ ഷോപ്പിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ഈ ഒരു
കസ്റ്റമർ സർവീസ് നമുക്ക് തരുന്നത് ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ആണ്, അതായത് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ. ഓക്കെ, ഫ്രണ്ട് ഓഫീസിൽ റിസപ്ഷൻ ഏരിയയിൽ സ്റ്റാഫുകൾ ഉണ്ടാവും. അതുകൂടാതെ റിസപ്ഷൻ ഏരിയയുടെ ഭാഗമായിട്ട് അവിടെ ഇവിടെ 2-3 പേരൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്കിപ്പോ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂം അറിയില്ലെങ്കിലൊക്കെ ഇവരാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്. അങ്ങോട്ട് പോയാൽ മതി, ഇങ്ങോട്ട് പോയാൽ ഇന്നൊക്കെ ആരാ പറഞ്ഞു തരുന്നത്? ഈ എക്സിക്യൂട്ടീവ്സ് ആണ് പറഞ്ഞു തരുന്നത്. അവരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ആണ്. ഇനി കസ്റ്റമർ സർവീസ് 2 രീതിയിൽ പറഞ്ഞു. ഒന്ന്, ഷോപ്പ് ആണെങ്കിൽ സെയിൽസ്മാൻ ചെയ്യും, അല്ലെങ്കിൽ സെയിൽസ് ഗേൾ ചെയ്യും. ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് ചെയ്യും. ഇനി അതല്ലാതെയും ഓട്ടോമേറ്റഡ് ഇന്റർനെറ്റ് സർവീസ് വഴി എന്ത് ചെയ്യാം, കസ്റ്റമർ സർവീസ് കൊടുക്കാം. ഓക്കെ, ഓട്ടോമേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം, ഇന്റർനെറ്റ് സർവീസ് വഴി നമുക്ക് പേഷ്യൻസിനായാലും എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആണ്. പേഷ്യന്റ് ആദ്യം വരുമ്പോൾ ആദ്യം കണ്ടുമുട്ടുന്നത് ആരെയാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെയാണ്. ഓക്കെ, അപ്പോ ഓരോ മെഡിക്കൽ റിസപ്ഷനിസ്റ്റും ഓരോ പേഷ്യൻസിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു പേഷ്യന്റിന് പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടുക. അതിലൂടെ ആ ഒരു ഹോസ്പിറ്റലിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഉറങ്ങിപ്പോയോ എല്ലാവരും? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങളുടെ വേറെ വലിയ കാര്യമൊന്നുമില്ല, വായിച്ചു നോക്കാനുള്ളത്. കൂടുതലും നിങ്ങളത് പ്രാക്ടിക്കൽ ആക്കേണ്ടതാണ്. ഇതിനകത്ത് ഈ 2 പേജിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഞാൻ ചോദിക്കുന്ന ആളൊന്ന് ആൻസർ പറയാ കേട്ടോ. ചിഞ്ചു അജീഷ്, ചിഞ്ചു അജീഷെ അവിടെ ഉണ്ടോ? ആരും മിണ്ടുന്നില്ലല്ലോ. നൈസി ജോർജ്, നൈസി ജോർജ്. എന്താണ് കസ്റ്റമർ എന്ന് പറഞ്ഞ ആരെങ്കിലും? കസ്റ്റമർ എന്താണ്? കസ്റ്റമർ ജിൻസി ഷിജു. ജിൻസി, ആർക്കും കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ വാങ്ങുന്ന ആളോ അല്ലെങ്കിൽ അതിലെ ഫാമിലി മെമ്പറോ ആണ് കസ്റ്റമർ എന്ന് പറയുന്നത്. കസ്റ്റമർ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, കസ്റ്റമിന്റെ മീനിങ് എന്താണ്? കസ്റ്റമിന്റെ മീനിങ് ആരാ പറയാ? കസ്റ്റമിന്റെ മീനിങ് ഒന്ന് പറഞ്ഞേ. Habit. ഓക്കെ, കസ്റ്റമർ നീഡ്സിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കസ്റ്റമർ നീഡ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കസ്റ്റമറുടെ ആവശ്യങ്ങൾ, എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സാധന സേവനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ് കസ്റ്റമർ നീഡ്സ് എന്ന് പറയുന്നത്. അല്ലേ? ഓക്കെ, വെരി ഗുഡ്. Who is the face and voice of hospital? Receptionist, medical receptionist. Medical receptionist. Okay.
What is the 4 characteristics of a medical receptionist? ഏതെങ്കിലും ഒരു 4 characteristics പറഞ്ഞവരുടെ അല്ലെങ്കിൽ 4 എന്താ പറയാ സ്കിൽസ് വരുന്നത്? Sympathy, സിമ്പതി, എമ്പതി, professionalism, പിന്നെ കോണ്ടസി. honesty. ഓക്കെ. ടർബനൈറ്റൽ ലോ എന്നാണ് എഴുതപ്പെട്ടത്? ടർബനൈറ്റൽ ലോ എഴുതിയതാ? ടർബനൈറ്റൽ ലോ 2000. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം? നന്നായിട്ട് വായിക്കാം കേട്ടോ. ഇവിടം വരെ എടുത്തത് എന്ത് ചെയ്യാം? നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടോ നിങ്ങൾക്ക് ഇനി ഇതിനകത്ത്? എല്ലാം മനസ്സിലായോ? മനസ്സിലായി എന്നാണ് പറയുന്നത്. യെസ് ഓർ നോ പറയൂ. മനസ്സിലായോ? മനസ്സിലായില്ലേ? ക്ലിയർ ആയി എന്നാണ് പറയുന്നത്. കുറച്ചൊരു എന്താ പറയാ, കാണുമ്പോ ഒരു ടഫ്നെസ് ഉണ്ടാവും. അത് കാര്യമൊക്കെ ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി കൂടുതലായിട്ട് പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഇനി വരുന്നത് കേട്ടോ അതിനകത്ത്. ഓക്കെ. നന്നായിട്ട് വായിച്ചിട്ട് വരിക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ചോദിക്കാം. അപ്പൊ ആൻസർ പറയണം കേട്ടോ. പറയുന്ന ആളുകള് അല്ല വിളിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഒന്ന് ആൻസർ പറയാനായിട്ടൊന്ന് ശ്രമിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay, ma'am. ഓക്കെ. താങ്ക് യു. നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.